മാന്യ സദസ്സിനെ വന്ദനം. ബുദ്ധിമാന്ദ്യം സംഭവിച്ച മക്കൾ എല്ലാ അമ്മമാരുടെയും തീരാ ദുഃഖമാണ്. കൊല്ലേണ്ടതെങ്ങനെ എന്ന കവിതയുടെ നമ്മുടെ മലയാളത്തിന്റെ പ്രിയ കവയത്രി സുഗതകുമാരിയുടെ കൊല്ലേണ്ടതെങ്ങനെ എന്ന കവിതയുടെ ഒരു രംഗാവിഷ്കാരം. സാരല്ല, ചിരിപ്പെടാതെ മോള് പോയി കളിക്കട്ടോ. ഇപ്പൊ കൊന്നേരല്ലോ എന്നെ. ഈ എരണം കെട്ട സാധനം ജനിച്ചത് പിന്നെ ഇവിടെ ഇങ്ങനെയാ. പൊട്ടിക്കും. ആ കണ്ണാടി മാത്രമല്ല, എല്ലാം പൊട്ടിക്കും. ഇവിടെ ഉള്ള എല്ലാം അവളെ പൊട്ടിച്ചത്. നിങ്ങൾക്കറിയാം, ചേട്ട ജനിച്ചതിന്റെ തലേന്ന് എന്റെ കുഞ്ഞി പൊട്ടി തുടങ്ങി. എന്നിട്ടോ എവിടെയോ പോയി. എന്റെ കുഞ്ഞിപ്പ എവിടെയാണോ? ഈ സാധനത്തിന്റെ തല കണ്ടതിന് ശേഷം എന്റെ കുഞ്ഞ് തല തിരിഞ്ഞു പോയതാ. അവൻ എവിടെയാണെന്നൊന്ന് കണ്ടുപിടിച്ച എന്റെ മഹാദേവാ. എന്താ അമ്മ ഇത്? ഈ സുഖമില്ലാത്ത കുഞ്ഞിനെ ഇങ്ങനെ ശപിക്കണം? ഞാനും എന്റെ കുഞ്ഞും എന്ത് ചെയ്തു നിങ്ങളോട്? കുഞ്ഞുങ്ങളെ വളർത്തണം, നന്നായി വളർത്തണം. അതാ നിങ്ങളുടെ മകൻ തല തിരിഞ്ഞു പോയത്. എന്താണ് നീ എന്നോട് പറഞ്ഞത്? എന്റെ മകൻ നല്ല കുട്ടിയായിരുന്നു. നിന്നെ കെട്ടിയത് മുതലും എന്റെ ഈ പിശാച് ധരിച്ചത് മുതലും അവരിങ്ങനെയായ ഞാനെന്ത് ചെയ്യാനാ? ഈശ്വര, എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു ഗതി തന്നത്? എന്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെയായി വളർത്തുക? എവിടെ നോക്കിയാലും അവൾക്ക് വെറും തീരാചോദന മാത്രം. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിന് ഇപ്പൊ 20 വയസ്സായി. അവള് പെണ്ണാണെന്നോ ഉണ്ണണമെന്നോ കൊടുക്കണമെന്നോ ഇങ്ങനെയാണ് അവൾക്ക് അറിയില്ല. എനിക്ക് വയസ്സായിരിക്കാം. അവൾ മരിച്ചു പോയാൽ ഞാൻ എന്ത് ചെയ്യും? ഒരു പക്ഷേ ഞാനാണെങ്കിലും ആരും മരിക്കുന്നത്. എന്റെ കുഞ്ഞിനെ ആര് നോക്കും? ആര് ഭക്ഷണം കൊടുക്കും? ആര് വളർത്തും? അവളെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? ഒരു പക്ഷേ ഞാൻ മരിച്ച ചിലപ്പോൾ അയാൾ വരും. അയാൾ വന്ന മന്ദബുദ്ധിയുടെ തന്തയാന്നുള്ള ലേബൽ ഇനി എനിക്ക് വേണ്ട. കൊല്ലും ഞാൻ ഇവളെ, കൊല്ലും. പാടി ഇവിടെ അച്ഛൻ്റെ മോളിങ് വന്നേ, അച്ഛൻ്റെ മോളിങ് വന്നേ. ഈ പെട്രോൾ ഒഴിച്ച് ഞാൻ കത്തിക്കും നിന്നെ. പാടി ഇവിടെ. ചിലപ്പോ അവളുടെ അച്ഛമ്മ. ഈ പണ്ടാരൻ ഇവിടെ വയ്ക്കുന്നത് കാരണം ഞാൻ എന്ത് ചെയ്യും? തന്ന പോയി, തള്ളയും ചത്ത്. ഇനി ഇവളെ എന്നെ കൊണ്ടേ പോകൂ എന്റെ മഹാദേവ. ഞാന് തീപ്പൊരിട്ട് കത്തിക്കുന്നില്ലേ? അയ്യോ അയ്യോ അച്ഛമ്മ, എന്നെ ഒന്ന് ചെയ്യല്ലേ അച്ഛമ്മ. ഇനി സമൂഹത്തിലേക്ക് നോക്കിയാലോ? എന്തായാലും കിടക്കുമ്പോ കൊള്ളാലോ നീയെ. ആരും ഇല്ലെന്ന് തോന്നുന്നു. അയ്യോ 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 അമ്മ, എന്നെ ഉണ്ടോയില്ല അമ്മ. അയ്യോ, എന്റെ കുഞ്ഞിനെ ഞാൻ ഇനി എങ്ങനെ വളർത്തും? ഈ സമൂഹത്തിലേക്ക് ഞാൻ എങ്ങനെ അവളെ കൈപിടിച്ച് വളർത്തും? ഈശ്വര, ഞാൻ എന്ത് ചെയ്യും? എന്തിനെനിക്ക് ഗതി തന്നു എന്റെ ഈശ്വര? പക്ഷേ അവളെ ഞാൻ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, അവർക്ക് ചോറിന് വിഷം കൊടുക്കാം. എന്നിട്ട് ഞാൻ തന്നെ കൊല്ലാം. പൊന്നുമോളിയുടെ വന്നി, അമ്മയുടെ പൊന്നുമോളിയുടെ വന്നി, അമ്മ ചോറ് വാരിത്തരാം. ഇന്ന മോളി കഴിക്കുന്നീ. അയ്യോ അമ്മേ, വേണ്ട അമ്മേ, വേണ്ട. അയ്യോ വേണ്ട,
അങ്ങനെ കൊടുത്താൽ എൻ്റെ കുഞ്ഞിൻ്റെ നാഡീഞരമ്പുകളെല്ലാം വലിഞ്ഞു മുറുകും. എൻ്റെ കുഞ്ഞെ വേദന കൊണ്ട് പിളരും. ഞാൻ എന്ത് ചെയ്യും ഈശ്വര? ഞാൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഈ സമൂഹത്തിലേക്ക് അവളെ വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ മരണശേഷം ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾ അങ്ങനെ വളരും. കഴിഞ്ഞിട്ട് പോയാൽ മതിയോ? നമുക്കറിയാവുന്ന കാര്യമില്ല. ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ എന്താ ചെയ്യുക? ഒന്ന് പറഞ്ഞു തരുക. ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുകൊണ്ടാണ് നമ്മൾ നാളത്തെ ടീച്ചർമാരാണ് നമ്മൾ. ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സഹതാപം മാത്രം പോരാ, സ്നേഹവും കരുണയും എല്ലാം കൊടുക്കണം. നമുക്കും അതുപോലെ അവർക്ക് വേണ്ടിയുള്ള വെളിച്ചമാക്കണം. നന്ദി, നമസ്കാരം.